The Real FM 103.6. ശ്രദ്ധ. താമരശ്ശേരി അമ്പായത്തോട് ഇറച്ചിപ്പാറ കോഴിയറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് ഫ്രഷ് കട്ടിനെതിരെ സംയുക്ത ജനകീയ സമരസമിതി ആരംഭിച്ച റോഡ് ഉപരോധം വൻ സംഘർഷത്തിലാണ് കലാശിച്ചത്. ഇതേക്കുറിച്ച് പ്രദേശവാസി ഫൈസൽ എയും ശ്രദ്ധയോട്. ഈ ഫ്രഷ് കട്ട് എന്ന് പറയുന്നത് നമ്മുടെ കട്ടിപ്പാറ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥാപനമാണ്. 6 വർഷത്തോളമായി ഞങ്ങളുടെ നാടിന്റെ സ്വൈര്യ ജീവിതം നഷ്ടപ്പെടുത്തിയ ഒരു കോഴി അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റാണ്. പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് കട്ടിപ്പാറ പഞ്ചായത്തിലാണെങ്കിൽ നമ്മൾ കോടഞ്ചേരി പഞ്ചായത്തിനോട് ചേർന്ന് ഇരുതുള്ളിപ്പുഴ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ നേരിട്ടുള്ളൊരു ഏരിയ എന്ന നിലയിൽ നിരവധി സമരങ്ങളും പരാതികളുമായിട്ട് ഞങ്ങൾ 6 വർഷത്തോളമായി ഇതിന്റെ പുറകെ നടക്കുന്നു. ഇന്ന് വരെ ഞങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ലഭിച്ചിട്ടില്ല. ഇതിന്റെ ഫലമായിട്ട് നിരവധി അലർജി, ചൊറിച്ചിൽ രോഗങ്ങൾ, അതേപോലെ ശ്വാസമുട്ട് പോലത്തെ രോഗികൾ, കുട്ടികൾ, വയസ്സായ ആളുകളൊക്കെ വലിയ ബുദ്ധിമുട്ടായി പ്രദേശത്തുണ്ട്. ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം കാണണം എന്നാണ് നിരവധിയായി ഞങ്ങളുടെ സമരത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഞങ്ങൾ കൊടുത്ത കേസ് വരെ ഹൈക്കോടതിയിലുണ്ട്. ജനാധിപത്യ സമരങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വഴിതടയൽ സമരം എന്ന് പറഞ്ഞാൽ ജനാധിപത്യ സമരം ആയിരുന്നു. അത് അവസാനം നിയന്ത്രണം വിട്ട് കയ്യിൽ നിന്ന് പോയൊരു സ്ഥിതിയിലേക്ക് എത്തി. ഈ സ്ഥാപനം എന്ന് തുടങ്ങി അന്ന് മുതൽ അവിടെ ഉള്ള ആളുകൾ മുഴുവനും ദുരിതം അനുഭവിക്കുകയാണ്. നല്ലൊരു ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. നിരവധി പ്രശ്നങ്ങൾ ഈ പ്ലാന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ പ്രദേശവാസികൾ അനുഭവിക്കുന്നുണ്ട്. ഈ പ്ലാന്റ് അവിടെ വരുന്നതിന് മുമ്പ് നല്ല വൃത്തിയുള്ള ഒരു ഇരുതുള്ളിപ്പുഴയും ശുദ്ധമായ ഒരു ഗ്രാമമായിരുന്നു. ഈ പ്ലാന്റ് അതിന്റെ തീരത്ത് വന്നതോടുകൂടി അവിടുത്തെ സമാധാന അന്തരീക്ഷം തകർന്നിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു സംഗതി കൂടി ഉണ്ട്. ദിവസം വിവരാവകാശ രേഖ പ്രകാരം 150 ടണ്ണോളം വേസ്റ്റ് കോഴിക്കോട് ജില്ലയിൽ മാത്രം ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട്. കോഴി വേസ്റ്റ് ഇവിടെ ആകെ ഒരു 20 ടണ്ണ് സംസ്കരിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലാന്റ് ആണുള്ളത്. ബാക്കിയുള്ള നമ്മളെ മലപ്പുറം ജില്ല പോലത്തെ ജില്ലകളിലൊക്കെ 10ഉം 12ഉം കണ്ണൂർ ജില്ലയിലും പ്ലാന്റുകളുണ്ട്. ഈ കോഴിക്കോട് ജില്ലയിൽ ഈ ആകെ ഒരു പ്ലാന്റ് മാത്രമാണുള്ളത്. അതിൽ വലിയ ദുരൂഹതയുണ്ട്. അതുകൊണ്ട് ഈ കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ വേസ്റ്റും ഈ ഒരു പ്രദേശത്തേക്ക് തന്നെ കൊണ്ടുവരുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇപ്പോൾ ഞങ്ങൾ നിർദ്ദേശം വെച്ച് കോഴിക്കോട് 4 താലൂക്കുണ്ട്. ആ ഓരോ താലൂക്ക് അടിസ്ഥാനത്തിൽ താമരശ്ശേരി താലൂക്കിലെ വേസ്റ്റ് മാത്രം ഇങ്ങോട്ട് കൊണ്ടുവരികയും മറ്റു താലൂക്കുകളിലെ വേസ്റ്റുകൾ അവിടെ തന്നെ സംസ്കരിക്കാനുള്ള ഇടപെടൽ കലക്ടർ ഇടപെട്ട് നടത്തണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങളൊക്കെ അവിടെ 10-40 വർഷം അവിടെ ജനിച്ചു വളർന്ന ആളുകളാണ്. ഈ പ്ലാന്റ് വന്നിട്ട് 6 വർഷമേ ആയുള്ളൂ. അതിന് മുമ്പേ ഞങ്ങളുടെ വീടുകളൊക്കെ അവിടെ ഉള്ളതാ. ഞങ്ങളാരും പുതിയ വീടുണ്ടാക്കി വന്നവരല്ല. പ്ലാന്റ് ആണ് അവിടെ പുതിയതായിട്ട് വന്നത്. അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായേ മതിയാവും. ഫ്രഷ് കട്ട് ഓർഗാനിക് പ്രൊഡക്ട്സ് കോഴിമാലിന്യം സംസ്കരിക്കുന്നതിനുള്ള ജില്ലയിലെ ഏക പ്ലാന്റ് ആണ്. ഫ്രഷ് കട്ട് മാനേജിംഗ് ഡയറക്ടർ സുജീഷ്. കോഴിക്കോട് ജില്ലയിലെ ചിക്കൻ അറവ് മാലിന്യം സംസ്കരിക്കുന്ന സ്ഥാപനമാണ് ഫ്രഷ് കട്ട് എന്ന് പറയുന്ന ഞങ്ങളുടെ കമ്പനി. ഈ സ്ഥാപനം അറവ് മാലിന്യ സംസ്കരണത്തിന് കേരള സർക്കാരിന്റെ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഈ ഒരു പ്രൊജക്ട് കാണുന്നതും ഞങ്ങൾ ഇതിനകത്തോട്ട് ഇറങ്ങുന്നതും. ഓൾമോസ്റ്റ് ജില്ലയുടെ മാലിന്യ സംസ്കരണത്തിന്റെ ഒരു നല്ലൊരു പങ്ക് വഹിക്കുന്ന കമ്പനിയാണ് ഞങ്ങള്. ഒരുപാട് കാലങ്ങളായിട്ട് ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പല രീതിയിലുള്ള എതിർപ്പുകളും അനുകൂലിച്ചും എതിർത്തും ഒക്കെ പല ഉണ്ടാവും. അത് ഓരോരുടെ ലാഭനഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് പലരും പല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഫ്രഷ് കട്ട് എന്ന് പറയുന്ന സ്ഥാപനം കേരളത്തിലെ നിയമാനുസൃതമായി എന്തെല്ലാം ലൈസൻസുകൾ അവൈലബിൾ ആണോ അതെല്ലാം എടുത്ത് കേരള സർക്കാരിന്റെ കൺസൾട്ടന്റുമാർ നിർദ്ദേശിക്കുന്ന മാറ്റങ്ങളെല്ലാം വരുത്തി വളരെ പ്രോപ്പർ ആയിട്ടുള്ള ചാനലിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. സ്ഥാപനത്തിനെതിരെ പുഴ മലിനമാക്കുന്നു എന്നൊക്കെ പറയുന്ന ചില ആരോപണങ്ങളുണ്ട്. ഇന്ന് വരെ ആ ഒരു ആരോപണം ഒരു രീതിയിലും തെളിയിക്കാൻ പറ്റാത്ത അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണമാണെന്നുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. സമരങ്ങൾ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. എനിക്കും ഉണ്ട്, അതുപോലെ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നിർഭാഗ്യവശാല് ഇന്നലെ എന്റെ സ്ഥാപനത്തിൽ ഉണ്ടായത് ഒരു പ്രൊട്ടസ്റ്റ് എന്ന് പറയാൻ പറ്റുന്നില്ല. അതൊരു പ്രോപ്പർ വെൽ പ്ലാൻഡ് അക്രമമായിരുന്നു. അത് ഏത് രീതിയിലാണ് ആരാണ് ചെയ്തതെന്നുള്ളതെല്ലാം പോലീസ് നിലവിൽ അന്വേഷിക്കുന്നുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയുന്നില്ല. പക്ഷെ ചെയ്തിരുന്നത് എന്താണെങ്കിലും വളരെ വളരെ മോശപ്പെട്ട പ്രവൃത്തിയായിരുന്നു. കാരണം സ്ഥാപനത്തിലെ തൊഴിലാളികളെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ചെയ്തു എന്നാണ് ഞങ്ങൾ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് മനസ്സിലാക്കുന്നത്. തൊഴിലാളികളുമായിട്ട് സംസാരിച്ചു. പിന്നെ തെർമൽ ടെക്നോളജിയിൽ പ്രഷർ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങളുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. സ്റ്റീമാണ് മെയിനായിട്ട് നമ്മളെ ഈ പ്രോസസ്സിനെല്ലാം ബേസ് ചെയ്തിരിക്കുന്ന ഒരാള്. അപ്പൊ ആ ബോയിലറിന്റെ ഏരിയയില് അല്ലെങ്കിൽ ബോയിലറിന് ഒരു നാശനഷ്ടം ഉണ്ടാക്കിയിട്ട് അത് പൊട്ടിത്തെറിപ്പിക്കുക എന്ന് വരെ ആസൂത്രണം ചെയ്തു എന്നാണ് ഞാൻ ഇന്നാണ് ഫാക്ടറി പോയി കണ്ടപ്പം എനിക്ക് അവിടുത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് മനസ്സിലായ ഒരു സംഗതി. അപ്പോ അത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതെല്ലാം ഞങ്ങൾക്ക് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ചിലപ്പോൾ ഞങ്ങൾ പറയുന്നതും ഞങ്ങൾ മനസ്സിലാക്കുന്ന എല്ലാം തെറ്റായിരിക്കാം. എന്താണെങ്കിലും അക്രമം നടന്നത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ക്രൈം ആയിരുന്നു. വളരെ പ്ലാൻഡ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോ അതിനെതിരെ നിയമപരമായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ നീങ്ങുന്നുണ്ട്.
ബാക്കിയെല്ലാം നിയമത്തിന്റെ കയ്യിലാണ്. ഫാക്ടറി എത്രയും പെട്ടെന്ന് തുറന്ന് പ്രവർത്തിക്കാനുള്ള സംവിധാനങ്ങളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ മേഖല DIG യതീഷ് ചന്ദ്ര. ബേസിക്കലി പോലീസ് വളരെ മാന്യമായിട്ട് പിന്നെ വളരെ വളരെ മാനുഷിക പരിഗണനയെല്ലാം വെച്ചിട്ട് അവിടുത്തെ സമരക്കാരിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫ്രണ്ട് ലൈനിൽ വുമൻ ആൻഡ് ചിൽഡ്രൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ വിചാരം ഈ വുമൻ ആൻഡ് ചിൽഡ്രൻ ഒരിക്കലൊക്കെ നിങ്ങൾ ഹാരം ചെയ്യരുത് എന്താ പറഞ്ഞ ഒരു നിലപാടാണ് ഞങ്ങളത് സ്റ്റാർട്ടിങ് തൊട്ട്. ഇവരുടെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് അവിടെ വേറെ വയലന്റ് ആയിട്ടുള്ള ക്രൗഡ് ഒരു പ്ലാൻഡ് ആക്ഷൻ ആയിട്ട് പോലീസിനെതിരെ കല്ലെറിയുന്നു. പോലീസിനെ ആ സ്ഥലത്തിന്റെ ഓടിക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നു. ഇതിനിടയ്ക്ക് ഞങ്ങളെ SHO പുള്ളിക്ക് ഒരു ഇഞ്ചുറീസ് വന്നിട്ടുണ്ട്. ആൾമോസ്റ്റ് ഒരു 15 to 20 പോലീസുകാരുടെ ഇഞ്ചുറി ഉണ്ട്, ചെറിയത് വലുത് ഉൾപ്പെടെ. ഇതിക്ക് ശേഷം ഒരു ക്രൗഡ് പ്ലാൻഡ് ആയിട്ട് പുറകുവശത്തിന്റെ പോയി ഫാക്ടറി കത്തിക്കാൻ വേണ്ടി പോകുന്നു. ഇതിനിടയ്ക്ക് ഞങ്ങൾ ടിയർ ഗ്യാസ് യൂസ് ചെയ്യുന്നു. ചില ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ഉള്ളിലുള്ള കളി കളിക്കുന്നുണ്ട്. അവർക്ക് ഈ ഫൈനാൻഷ്യൽ ഗെയിൻ ആർ വേറെ ടൈപ്പ് ഓഫ് ഗെയിൻസ് ഇതിൽ ഉണ്ടാകാം. ഫ്രണ്ടിൽ പാവപ്പെട്ട ആളുകളെ കാണിക്കുക, ബാക്കിൽ നിന്ന് പോയിട്ട് ഫാക്ടറിയിൽ കത്തിക്കുക. അപ്പൊ ഇത് ഏത് ടൈപ്പ് സമരമാണെന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നില്ല. പോലീസ് വളരെ സ്ട്രോങ് ലീഗൽ ആക്ഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആറോടെ കേസ് എടുത്തിട്ടുണ്ട്, വളരെ ശക്തമായ കേസാണ്. ആറാറ് ഈ ഒരു സ്റ്റോൺ ത്രോയിങ്, പിന്നെ ആർസണിങ്, പിന്നെ അതേപോലെ അറ്റാക്ക് ഓൺ പോലീസ്, പിന്നെ ഇല്ലീഗൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ഉണ്ടോ എല്ലാവരും ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പല ആളുകൾ എല്ലാവരും ഞങ്ങൾ നിയമാടിസ്ഥാനത്തിൽ വളരെ കർശനമായ നടപടിയിലേക്ക് കൊണ്ടുവരാൻ പോവാം. അവർക്ക് ആ സ്ഥാപനക്കെതിരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കോടതിയോ ഇല്ല നിയമ വഴിയിൽ അവർ പോയിട്ട് അതിന് ആവശ്യമുള്ള ഒരു നടപടികൾ എടുക്കേണ്ടതാണ്. സോ എനിവേ ഇപ്പൊ നമ്മുടെ കൺട്രോളിലാണ്. നമ്മൾ ആ സിറ്റുവേഷൻസ് എല്ലാം ഞങ്ങൾ അനലൈസ് ചെയ്തിട്ടുണ്ട്. പോലീസിനെതിരെ ഉണ്ടായ എല്ലാ ആക്രമണത്തേക്ക് അതിശക്തമായ ലീഗൽ നടപടിയിലേക്കാണ് പോലീസ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇനി പറയാൻ പോയത് നെക്സ്റ്റ് ഫ്യൂച്ചറിൽ ഒരു തരത്തിലുള്ള ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഞങ്ങൾ സമ്മതിക്കില്ല. എന്താ കാര്യങ്ങളുണ്ടെങ്കിൽ നേരെ കോടതിയോ ഇല്ലെങ്കിൽ ഒരു ലീഗൽ റൂട്ട് വെച്ചിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. ഒരു ഇല്ലീഗൽ കാര്യങ്ങൾ പോലീസ് ഇനി സമ്മതിക്കില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമാണ് കാണേണ്ടത്. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജമീല അബ്ദുൽ അസീസ്. ഫ്രഷ് കട്ട് ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് അവര് ഒരു ചെറിയ തോതിൽ ഒരു 30 കിലോയുടെ ഭാഗമായിട്ടാണ് അതിന്റെ മെറ്റീരിയൽസും ഒക്കെ ആയിട്ട് തുടങ്ങിയത്. പക്ഷെ കോഴിക്കോട് ജില്ലയിലെ മൊത്തം മാലിന്യങ്ങളും എന്ന വിധേയനാണ് ഇവിടെ വണ്ടി കണക്കിന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് അറുത്ത മാലിന്യങ്ങൾ ഇന്ന് പുഴുങ്ങി പോവുകയാണെങ്കിൽ അത്ര ചീഞ്ഞ മണം ഉണ്ടാവില്ല. ഇത് ഒരു റൂമിന്റെ ഒരു സൈഡിലോ അല്ലെങ്കിൽ ഫാക്ടറിന്റെ തന്നെ മൂലക്ക് കൂട്ടിയിട്ട് അലിഞ്ഞ് ചീഞ്ഞതാണ് പുഴുങ്ങുന്നത്. ആ പുഴുങ്ങുന്നതിനോട് കൂടി തന്നെ അതിന് ദുർഗന്ധം കൂടി വരുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. രണ്ടാമത് ഈ ഫാക്ടറിന്റെ തൊട്ടടുത്ത് ജനനിബിഡമായ 5 സെന്റില് താമസിക്കുന്ന പാവപ്പെട്ട കുടുംബങ്ങളാണ്. അവർക്ക് ഇത് ഒരു ഫ്രഷ് കട്ട് ആദ്യം തുടങ്ങിയപ്പോൾ ഇന്നോ നാളെ ആയിട്ട് മാറും പറഞ്ഞത് വർഷങ്ങളായി എല്ലാ നേതാക്കന്മാരോടും എല്ലാ പാർട്ടിക്കാരോടും ഇവര് ഇങ്ങനെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും പഞ്ചായത്തുകളിൽ പരാതി കൊടുക്കുകയും കോടതികളിലും പൊല്യൂഷനിലും എന്ന് വേണ്ട ശുചിത്വ മിഷനിലൊക്കെ പരാതികളും കൊടുത്തുകൊണ്ട് നിന്നിട്ടും ഇതിനൊരു പരിഹാരമാവാത്തത് കാരണമാണ് അവര് സമരമുറയിലേക്ക് നീങ്ങിയത്. വൈകുന്നേരം 5 മണി വരെ അവിടെ സമാധാന അന്തരീക്ഷത്തോടു കൂടിയായിരുന്നു ആ സമരമുറ. 5 മണിക്ക് ശേഷം അവിടെ കൂടുതൽ പോലീസ് വരികയും അവരുടെ പ്രവർത്തനത്തിന്റെ അതായത് അവര് കൊണ്ടുപോകുന്ന വാഹനക്കാർക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തതാണ് അവിടെ അതൊരു ലഹളത്തിന് കാരണമായത്. ഒരു കല്യാണ ആലോചനക്കാർ വന്നാല് ആ പരിസരത്തേക്ക് കടക്കുന്നതിനോടുകൂടി ആ കല്യാണം മുടങ്ങി പോവുക. ഈ ഫ്രഷ് കട്ടിന്റെ സൈഡിലാണ് ഇവർ താമസിക്കുന്നതെന്ന് കേട്ടാൽ തന്നെ ആർക്കും വേണ്ട. പിന്നെ ദൂരേന്ന് വന്ന് അത്ര കാര്യമാക്കാതൊക്കെ കല്യാണങ്ങൾ നടന്നു വന്ന കുട്ടികൾക്ക് ഒരു ഇവിടുത്തെ ഈ മണം കേട്ട് അലർജി ഉണ്ടാക്കി ആ അലർജിയുടെ ഭാഗമായിട്ട് ചുമയും തുമ്മലുമായിട്ട് എത്രയോ കുട്ടികളെ പ്രഗ്നൻസി ടൈമിൽ അബോർഷൻ ആയിപ്പോയിട്ടുണ്ട്. ഈ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടമാവും കണ്ടാല്. തികച്ചും നിർഭാഗ്യകരമായ സംഭവങ്ങളാണ് താമരശ്ശേരിക്കടുത്ത അമ്പായത്തോട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. വർഷങ്ങളായി ഇവിടെ പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റ് സൃഷ്ടിക്കുന്ന മലിനീകരണ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം സത്വരമായി നടപ്പാക്കേണ്ടതുണ്ട്. ഒപ്പം പ്ലാന്റിന് സുരക്ഷിതമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യവും ഉണ്ടാകണം. അക്രമം ഒന്നിനും ഒരു പരിഹാരമല്ലെന്നും അതൊരു ജനാധിപത്യ സംവിധാനത്തിന് ഭൂഷണമല്ല എന്നും ഏവരെയും ഓർമ്മിപ്പിക്കുന്നു. ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര. ആശയം നിർവഹണം C. കൃഷ്ണകുമാർ.
ശ്രദ്ധ.